മാഡം ഞാൻ ചെക്ക് ചെയ്തപ്പം എൻ്റെ TSH 10 ഇത് പ്രഗ്നൻസി പ്രോബ്ലം ഉണ്ടാവുമോ? ഡോക്ടർ ലിസമ്മ ജോസഫ്, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പിക് സർജൻ, കോസ്മെറ്റോളജിസ്റ്റ്, എറണാകുളം മെഡിക്കൽ സെന്റർ, കൊച്ചി, കേരള. ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം നമ്മൾ പറയും പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് ഉണ്ട്. അപ്പം തന്നെ നമ്മൾ ആ സമയത്ത് തന്നെ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ ആണ് TSH 3T4 ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ എന്നാൽ നോർമലി ഒരു ലേഡിക്ക് അതിന്റെ വാല്യൂ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ അറിയാം 5 വരെ നോർമലാണ്. പക്ഷേ പ്രഗ്നൻസി ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ അതിന്റെ വാല്യൂ ആദ്യത്തെ 3 മാസം ഷുഡ് ബി ലെസ് ദാൻ 2.5. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് 3 മാസം ഇറ്റ് ഷുഡ് ബി 3 and 3.5. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തൈറോയ്ഡ് TSH എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. തൈറോയ്ഡ് ഹോർമോൺ TSH കൂടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ തൈറോയ്ഡ് കുറവാണ്. എല്ലാവരും അങ്ങനെയല്ല, TSH കൂടി ഡോക്ടറെ തൈറോയ്ഡ് കൂടുതലാണെന്നും പറഞ്ഞ് വരും. അത് കൂടുതലല്ല, ശരീരത്തിൽ കുറവാണ് തൈറോയ്ഡ്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് അതിന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരു ലേഡി പ്രഗ്നന്റ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ തൈറോയിഡിന് ഹൈപ്പോ തൈറോയിഡിസിന് എന്ന് പറഞ്ഞാൽ TSH കൂടുതലുള്ള ആൾ ഹൈപ്പോ തൈറോയ്ഡ് ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറയുക എന്നുള്ളതാണ്. ഹൈപ്പോ തൈറോയിഡ്സിന് മരുന്ന് കഴിക്കുന്ന ഒരാൾ പ്രഗ്നന്റ് ആകുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും TSH നോക്കി 3T4 നോക്കിയിട്ട് 25 to 50 മൈക്രോഗ്രാം തൈറോനും നമ്മൾ ഈ തൈറോയ്ഡ് ഹോർമോൺ നമ്മൾ ആഡ് ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത്? കാരണം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക്, കുഞ്ഞിന്റെ ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് തൈറോയ്ഡ് ഹോർമോൺ ഈസ് വെരി എസെൻഷ്യൽ. കാരണം അമ്മയ്ക്ക് ഓൾറെഡി തൈറോയ്ഡ് കുറവാണെങ്കിൽ ആറ്റിന് തൈറോയ്ഡ് അമ്മയിൽ നിന്ന് വലിച്ചെടുക്കാൻ കാണൂല. അതുകൊണ്ടാണ് നമ്മൾ അമ്മയ്ക്ക് ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നത്, കൊച്ചിനും ബറോ ചെയ്യാൻ വേണ്ടിയാ. കുഞ്ഞിനെ സംബന്ധിച്ചോളം കുഞ്ഞിന്റെ തൈറോയ്ഡ് നിങ്ങൾക്ക് ഈ കഴുത്തിന്റെ ഇവിടെയുള്ളതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. കുഞ്ഞിനെ സംബന്ധിച്ചോളം തൈറോയ്ഡ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന 3 മാസം കഴിഞ്ഞാണ്. ആദ്യത്തെ 3 മാസം അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ തൈറോയ്ഡ് കുറഞ്ഞാൽ എന്ത് പറ്റും? നമ്മളറിയാം, ചില പിള്ളേർ മന്ദബുദ്ധി എന്ന് പറയും. നമ്മൾ പഠിക്കാൻ ക്ലാസ്സിൽ നമ്മൾ ഇപ്പം ഒന്നും ആർക്കും ഇല്ല. ഇപ്പം എല്ലാവരും നോക്കി നമ്മൾ ഡിസൈനർ ബേബീസ് ആണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ തൈറോയ്ഡ് ഞാനൊക്കെ ആദ്യം ഗൈനക്കോളജിസ്റ്റ് ആയപ്പോൾ തൈറോയ്ഡ് ആരും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നൊരു ഫാമിലിയിൽ എല്ലാവരും മിക്കവാറും ഒരു മന്ദബുദ്ധി പോലെ ഇരിക്കും. കാരണം ആക്റ്റീവ് അല്ലായിരിക്കും. അവർക്ക് ഈ തൈറോയ്ഡ് ശരീരത്തിൽ കുറയുമ്പോൾ നമുക്കൊട്ടും ആക്ടിവിറ്റി ഇല്ല, നമ്മൾ വേറെ ഒരു അബ്നോർമാലിറ്റി ഇല്ല. അപ്പം തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടെങ്കിൽ, ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുള്ളൂ. അത് ജനറ്റിക് ആയിട്ടും വേണം വരാം. ആ ഫാമിലിയിൽ അമ്മയ്ക്ക് തൈറോയ്ഡ് ഇതുണ്ട്, നമ്മളത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ പിള്ളേർക്കെല്ലാം ജനറ്റിക് ആയിട്ട് വരാം. പക്ഷേ ഇപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ക്രിറ്റിനെസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളത് ശരിക്കും തൈറോയ്ഡ് നോക്കിയിട്ട് അതിന് വേണ്ട അഡ്വൈസ് കൊടുത്തിട്ടാണ് പീഡിയാട്രിഷ്യന്മാരെ നിയോനറ്റോളജിസ്റ്റ് പിള്ളേരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഇടയ്ക്ക് 3 മാസം കൂടുമ്പോൾ. അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ്, തൈറോയിഡിന്റെ സ്പെഷ്യൽ ഡോക്ടറെ കണ്ടിട്ട് ഏറ്റവും വിലക്കുറവുള്ള ഒരു ഗുളികയാണ് തൈറോയിനം എന്ന് പറയുന്നത്. രൂപയുള്ളതാ പറയുന്നത്. അങ്ങനെ അത്രയുള്ള സാധനം കൊണ്ട് നമ്മുടെ ലൈഫ് ഭയങ്കര ആക്റ്റീവ് ആകും, ഭയങ്കര നമ്മൾ എനർജറ്റിക് ആകും. ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ അടുക്കളപ്പണി ചെയ്ത് അങ്ങനെ ഒരു ഭയങ്കര മന്ദഗതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരാളെ ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. only one ചെക്ക്. ഞാൻ സ്കൂൾ ഹെൽത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് എല്ലാവരുടെയും ഹീമോഗ്ലോബിനും TSHും ബ്ലഡ് ഷുഗറും ഒന്ന് ചെക്ക് ചെയ്യണം. വളരെ സിമ്പിളാണ്. അപ്പോൾ അത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഭയങ്കര സ്മാർട്ടായി തീരും. അവർ നന്നായിട്ട് പഠിക്കും. 10ാം ക്ലാസ്സിൽ മാർക്ക് പറഞ്ഞാൽ അവരെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒന്ന് നമ്മൾ സിമ്പിൾ തിങ്സ് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് നല്ല സ്മാർട്ടായിട്ട് പിള്ളേരെ കിട്ടും. താങ്ക് യു.